This is an all-new Tata Harrier EV. Welcome to Flywheel. നന്ദു, നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണ സീസൺ അല്ലേ? ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര പരിപാടിയാ, ഹൽദി, മെഹന്തി, കാലികെട്ട്, റിസപ്ഷന്, സൽക്കാരങ്ങൾ, അതേപോലെ കുറെ ദിവസം നീളുണ്ട്. അതെ, അതേപോലെയാണ് ഇപ്പോഴത്തെ മീഡിയ ഡ്രൈവോ അല്ലെങ്കിൽ മീഡിയ പ്രോഗ്രാംസ് ഉള്ള വണ്ടിയുടെ ഫസ്റ്റ് ഒരു പേര് റിവീൽ, അത് കഴിഞ്ഞാൽ ക്യാമോഫ്ലാഷ് ഡ്രൈവ്, പിന്നെ ഫസ്റ്റ് ലുക്ക്, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓഫ് റോഡ് ഡ്രൈവ് വേറെ തന്നെ. ഇത് പിന്നെ ഒരു ഇപ്പോഴത്തെ ഡ്രൈവ് ഇനി കഴിഞ്ഞിട്ട് എന്താണ് പ്രൈസ് റിവീലിംഗ്, അത് സൽക്കാരായിരിക്കും ചിലപ്പോൾ. ഇന്നിപ്പോൾ റിസപ്ഷനിലാണ് നമ്മളുള്ളത്. ഈ റിസപ്ഷന് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മുമ്പത്തെ ഒരു പരിപാടിയും ആര് റിവ്യൂവിന്റെ ഞാൻ ഉണ്ടല്ലോ. ഓക്കെ, ലോഞ്ചിനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് താലികെട്ടായിട്ട് കൂട്ടാം നമുക്ക് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഡ്രൈവിന് വന്നത് വണ്ടി എക്സ്പീരിയൻസ് ചെയ്ത ആള് ഇപ്പോൾ ആക്ച്വലി നന്ദു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദു എന്റെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാം. നമുക്ക് ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡിസൈന് ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഓട്ടോ എക്സ്പോയിലായിരുന്നു. പിന്നെ ഇപ്പോൾ അൺവീലിംഗ് സമയത്ത് ഞാൻ കണ്ടു. ഡിസൈനോടെ കേട്ടോ, ഞാൻ ഒരു കാര്യം എൻ്റെ അഭിപ്രായമായിട്ട് തോന്നിയത്, എനിക്ക് തോന്നിയത് സഫാരിയിലായിരുന്നു ഇവർ EV കൊണ്ടുവരുന്നിരുന്നത്. നിനക്ക് എന്താ തോന്നുന്നുണ്ട്? ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ഹാരിയർ. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള കാരണം സഫാരിക്ക് ഒരു ഹെറിറ്റേജ് ഉണ്ടായിരുന്നു. അത് ഏതായാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഹാരിയറിന് നീട്ട് സഫാരി പേര് കൊടുത്ത് അത് തന്നെ പോയി. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഓഫ് റോഡർ ഒരു വെഹിക്കിളായി വന്നുകൊണ്ട്, പ്രത്യേകിച്ച് 4 വീൽ ഡ്രൈവ്, ഓഡ് വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് സഫാരി എന്നുള്ള ഇതിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. സിയറ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൽ പ്രതീക്ഷിക്കാം. എനിവേ, വിൽ കം ടു ദ ഡിസൈൻ. ഡിസൈനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു EV ഡിസൈൻ എലമെന്റ്സ് വന്നു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് ഫ്രണ്ട് കവേർഡായി, പിന്നെ ഈ ഗ്രില്ല് ട്രീറ്റ്മെന്റ്സ്. അവിടെ എനിക്കൊരു ചോദ്യം, നമ്മുടെ നാട്ടില് ഐസ് വെഹിക്കിളിന് സിമിലർ ആയിട്ട് ഒരു EV നിൽക്കുന്നതാണോ, ഐസ് വെഹിക്കിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണോ? എനിക്ക് പേഴ്സണലി തോന്നിയിരുന്ന ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഐസ് വെഹിക്കിളിൻ്റെ അതേപോലത്തെ EV വരുന്നതാണ് നല്ലതാണ്. പക്ഷെ ഇപ്പം ചില എക്സ്പെരിമെൻറ്റ്സ് കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ EV പെർട്ടിക്കുലറായിട്ട് നിൽക്കുന്ന വണ്ടികൾ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം നോക്കാം. ഇപ്പോൾ ക്രെട്ടയുടെ ഒരു ഫ്ലോപ്പ്, അല്ലെങ്കിൽ ഈ ക്രെട്ട അത്രയും സക്സസ് ആവാതിരിക്കാൻ കാരണം സാധാ ക്രെട്ട പോലെ ഉള്ളതുകൊണ്ടെന്നുള്ളതാണ്. കുറച്ചൊരു ഡിസൈൻ എലിമെന്റ്സ് വന്നിരുന്നു, കുറച്ചൊരു ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിലല്ല. പക്ഷേ അത് ഏറ്റവും സക്സസ് ആയിട്ടുള്ള മഹീന്ദ്രേൻ്റെ BE-ലാണ്, BEV മറ്റേ 6E വന്നിരിക്കുന്ന ആ ഡിഫറൻസിയേഷൻ, ഫ്യൂച്ചറിസ്റ്റിക് ഡിഫറെൻറ്റ് കാർ എന്നുള്ളത്, അത് ആളുകൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീഡ്ബാക്കിൽ തോന്നിയില്ല. ഗ്ലോബലി മറ്റേ പോലെയാണ്, ഒരേപോലെയുള്ള വണ്ടികൾക്ക് ഡിഫറെൻറ്റ് പവർ ട്രെയിൻസ് കൊടുക്കാന്നുള്ള, അതാണ് ഇപ്പോൾ ടാറ്റ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും റിസൾട്ട് നമുക്കിപ്പം പറയാൻ പറ്റില്ല. വിൽ സീ ഇൻ ഫ്യൂച്ചർ. യെസ്, ഇപ്പോൾ ഡിസൈനിലിപ്പം ഇതെല്ലാം EV എലമെന്റ്സ് അല്ലേ, ഈ ഒരു സ്ലാറ്റ്സും കാര്യങ്ങളും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ EV ആണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഗ്രില്ല് മാറി, ഇവിടെ താഴേക്ക് വന്നേക്കുന്ന ഈ ഒരു എലിമെന്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ഐ ഫീൽ ദിസ് ലുക്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. കാൻറ്റ് കംപ്ലൈന്റ്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. അതെ. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ്സ് ഇപ്പോൾ ഡിഫറെന്റ് EV സ്പെസിഫിക് അലോയ്സ് ആണ്. പിന്നെ ഒരു .EV ബാഡ്ജിങ് കാണാം. പിന്നെ അതെനിക്ക് അത്ര കുറച്ചുകൂടി ചെറുതാവായിരുന്നു, അല്ലെങ്കിൽ EV എന്നുള്ളത് മാത്രം മതിയായിരുന്നു. ആ വട്ടം ലോഗോ ആണ് അവരുടെ, പക്ഷേ വേണം എന്നില്ല. ഓക്കെ, സൈഡിൽ വരുമ്പോഴൊന്നും കാര്യമായി മാറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റ് ഇല്ല, സ്റ്റെപ്പിന്റെ ഇന്റഗ്രേഷൻ വളരെ നീറ്റായിട്ടുണ്ട്. പിന്നെ ഈ വീൽസും എനിക്ക് ഇഷ്ടപ്പെട്ടു. വീൽ ഇസ് ഓൾസോ ഗുഡ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈറ്റ് കൂടുതലുണ്ടോ, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഉണ്ടോ? സെയിം ആണോ? സിമിലർ. ഓക്കെ, അപ്പോൾ അത് മാത്രം എനിക്ക് ഡ്രോബാക്ക് ചെയ്തോണ്ട് ഈ സ്റ്റെപ്പ് ശരിക്കും ഓഫ് റോഡ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ആവും. അതെന്തായാലും സ്ക്രാച്ച് ആവും. അതിപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടിയാലും, കാരണം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതെങ്ങനെ പോലും സ്ക്രാച്ച് ആവും ഓഫ് റോഡ് പോയാൽ. ഓക്കെ, ഇനി ബ്ലൂ കളർ ഡെഫിനറ്റ്ലി ഇപ്പോൾ ലോഞ്ച് കളറാണ്. പക്ഷേ ഈ ഒരു കളർ നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു പേർപ്പിളിഷ് കളറാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്കറിയാം കുറേ കൂടി ബ്ലൂ ആണ്, കുറേ കൂടി ഡാർക്ക് ബ്ലൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ഈ ഒരു ക്വാഡ് വീൽ ഡ്രൈവിന്റെ നീ ലോഗോ കൊടുത്തുണ്ടോ? ആ 4 എലമെന്റ് ഉള്ളിലേക്ക് ക്വാഡ് ഉണ്ട്. ഇറ്റ്സ് നൈസ്. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അത് 4 വീൽ ഡ്രൈവ് പകരം ക്വാഡ് മോട്ടർ ആയതുള്ളൂ. ക്വാഡ് വീൽ ഡ്രൈവ് ആയിട്ട് ഡുവൽ മോട്ടർ ക്വാഡ് വീൽ ഡ്രൈവ്. ഓക്കെ, റിയറിലും താഴെ വന്നിരിക്കുന്ന ഒരു മാറ്റം, പിന്നെ ഈ ഒരു ലോഗോ കൊടുത്തത് പലർക്കും ഇഷ്ടപ്പെട്ടത്. ഹാരിയർ .EV എന്നുള്ള പേര്. എനിക്ക് സൈഡത്തെ .EVയും വട്ടവും, പക്ഷെ അത് ലോഗോ ആണ് അവരുടെ. എനിക്ക് അത്ര നോട്ട് ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. ബാക്കി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അഗെയിൻ ഒരു ബെർമുഡ ട്രയാങ്കിളിലാണ് കിടക്കുന്നത്. കീ ഉള്ളിലാണോ? അല്ല, വണ്ടി അകത്തുണ്ട്. വണ്ടി ഓൺ ആകുമ്പോൾ ആക്ച്വലി കീയിലും വർക്ക് ചെയ്യില്ല, പക്ഷെ ഓഫായിട്ട് വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജസ്റ്ററിലും കൺട്രോൾ ചെയ്യാം.
ഇനി നോക്ക്. ഇത് എല്ലാം കൂടെ ഇലക്ട്രിക് ആവുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നിൽക്കും, അതെല്ലാം വർക്ക് ചെയ്യണ. ഞാൻ നേരത്തെ കാണിച്ചു. കൈ വെക്കാൻ ധൈര്യം ഉണ്ടോ? ഇല്ല. ഞങ്ങൾ നേരത്തെ ഒരു ടവൽ വെച്ചിട്ട് ഏതായാലും നോക്കിയിരുന്നു. തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ലാഗ് ആണ് സഹിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, പക്ഷേ ഇവിടെ സാധാരണക്കാളും ഹൈറ്റ് കൂടിയിട്ടുണ്ട് അല്ലേ? ബാറ്ററിയും പിന്നെ അതിന്റെ മേളിൽ ടയറും വന്നേക്കുന്നു. ടയർ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സ്പേസ് ടയർ ആണെങ്കിലും മേളിലേക്ക് നിങ്ങൾ കാരണം താഴ്ഭാഗം മൊത്തം ബാറ്ററി ഉണ്ട്. പിന്നെ ഈ ബട്ടൺ സ്വിച്ചസിൽ ഇവിടെ ഒരു പിന്നെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്, അത് V12 കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് കണക്ട് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് ലോഡ് അല്ലേ? വെഹിക്കിൾ ടു ലോഡ് കിട്ടാൻ. ഓക്കെ, വെഹിക്കിൾ ടു വെഹിക്കിൾ ഇല്ല, വെഹിക്കിൾ ടു ലോഡ് മാത്രം. ആ ടവൽ ഉണ്ടോ അവിടെ? ടവൽ ബോയ്. ഈ ടവൽ നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്യടാ. ഒന്ന് ഇറുക്കിയിട്ടാണെങ്കിൽ ഇറുക്കിയിട്ടുണ്ട്, പക്ഷെ അടഞ്ഞിട്ടില്ല. വിരല് കട്ടാവില്ല, ചിലപ്പോൾ മുറിയും. പക്ഷെ ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ചൊരു ഹാർഡ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അടയില്ല. അപ്പോൾ അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതും സേഫ്റ്റി പെടുന്നതാണ്. വെറും 5 സ്റ്റാർ റേറ്റിംഗും ഹെയർ ബാഗ്സും മാത്രം പോരാ, ഇതും സേഫ്റ്റി പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇവിടെ 5 സ്റ്റാർ റേറ്റിംഗിന്റെ നമുക്ക് ടാഗ് കാണാൻ പറ്റും. BNCAPന്റെ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നു ടാറ്റ.tvക്ക്. സോ പാസഞ്ചറും ചൈൽഡ് സേഫ്റ്റിയും രണ്ടും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സെപ്പറേറ്റ് ഇലക്ട്രിക് മോഡലിനോടാണോ താല്പര്യം, അതോ എക്സിസ്റ്റിംഗ് മോഡലിൻ്റെ ഒരു ഇലക്ട്രിക് വേരിയൻ്റ് ആണോ നല്ലത്? കമൻറ്റ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിപ്പോൾ EV ആയതുകൊണ്ട് താക്കോൽ എന്തായാലും വ്യത്യാസം. താക്കോൽ വ്യത്യാസം മാത്രമല്ല, അതിൽ കുറച്ച് പരിപാടികളുണ്ട്, അത് നമുക്ക് കാണിച്ചു. അതെ, ഇതാണിപ്പോൾ ടാറ്റ.tvയുടെ കീ, ഹാരി റീവിയുടെ കീ. ഇതിലിപ്പോൾ സമൻ മോഡ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 4 ബട്ടൺ കാണുന്നില്ലേ? ഇതിന്റെ ടോപ്പിൽ ഈ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വണ്ടി ലോക്ക് ചെയ്യുന്നു, പിന്നെ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ സമൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു പീപ്പ് എന്നൊരു ഒച്ച കേൾക്കാം. അതിനുശേഷം ഈ 2 ആരോ കാണുന്നില്ലേ, അത് അമർത്തി ഫ്രണ്ടിലേക്ക് പോകാനും ബാക്കിലേക്ക് പോകാനും. അതായത് ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ബേസിക് യൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണത്. അതെ, പക്ഷേ കുറച്ചുകൂടെ അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ എന്ന് പറയാം. നമ്മുടെ ഇന്ത്യനൈസ്ഡ് ആയിട്ട് നമ്മളെന്തായാലും ഉപയോഗിക്കാൻ പോകുന്നത് ഇത് വെറുതെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ഹോൾഡ് ഓൺ. ഓക്കെ, പാർക്ക് ബട്ടൺ. എന്തൊക്കെ വെച്ചാലും കേൾക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് വിടാം അല്ലേ? ഓ, ചെവിയെല്ലാം തുറന്ന് ആന പോലെ തുറന്ന് ഒച്ചെല്ലാം കേൾക്കുന്നുണ്ട്. ഓല്ലേ, പക്ഷെ നല്ല ടൈറ്റ് ആട്ടോ ബട്ടൺ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. എത്ര ദൂരം വരെ പോകുന്നത്? 20 meters പോകുന്നത്. ഓക്കെ, മതിയില്ലേ? ഒരു പാർക്കിംഗ് ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുക്കണമെങ്കിൽ പറ്റും. റിവേഴ്സിലും ചെയ്യാലോ. അതെ, നായി കിട്ടാനൊരു സമയം അല്ലേ? ബാക്കോട്ടാണ്. തീരുമാനമായില്ലേ? ഇറക്കത്തിലായതുകൊണ്ടാ? ആളെല്ലാം അടുത്തുണ്ടെങ്കിൽ സെൻസ് ആവുന്നുണ്ട്. അതെ, പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നാലും ഓക്കെ, ഇറ്റ് ക്യാൻ ഡു ദ ജോബ്. ബേസിക്കലി നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ ഒരു ഹെൽപ്ഫുൾ ഫീച്ചറാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഈ സ്പെസിഫിക്കായിട്ട് ഈ വെഹിക്കിളിന് അകത്തുള്ളത് നമുക്ക് അകത്ത് കയറുക. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെയിനായിട്ട് കുറച്ച് എലിമെന്റ്സ് ആഡ് ചെയ്തതാണ്. ഒന്നിപ്പോൾ റിയർ മിറർ ഡിജിറ്റൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ബൂട്ട് തുറന്നു വെച്ചുകൊണ്ട് ആകാശം കാണുന്നു. ഇതിപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. ബൂട്ട് തുറന്നു വെച്ചല്ല, ബൂട്ട് തുറന്നു വെച്ചുകൊണ്ട് കട്ടാവാണ്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ആക്കാൻ പറ്റും. നമുക്ക് സ്നാപ്സ് എടുക്കാൻ പറ്റും, പിന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. വ്യൂ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലത്തെ വ്യൂ ആയിപ്പോ. ഓക്കെ, താഴെയാണ് എൻ്റെ ടച്ച് വന്നിരിക്കുന്നത്. നമുക്കൊരു സ്പ്ലിറ്റ് വ്യൂയും കിട്ടും, ബാക്ക് ഫ്രണ്ട് രണ്ടും കൂടെ. ഇത് പിന്നെ സെറ്റിങ്സ് കയറി നമുക്ക് ഇതെല്ലാം മറ്റ് കാണാൻ പറ്റും. ഉള്ള കാർഡ് അനുസരിച്ച് റെക്കോർഡിങ് എത്ര മിനിറ്റ്, അത് കോൺസ്റ്റന്റ് റെക്കോർഡിംഗ് ആണ്, ഓവർലാപ്പ് ആയിക്കൊണ്ടിരിക്കും.
പിന്നെ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എമർജൻസി മോഡ് ആക്ടിവേറ്റ് ആയിട്ട് ഓ അത് ആ ഒരു ഫയല് അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും, പിന്നെ Save റെക്കോർഡ് ആവില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. അപ്പൊ ഇൻഷുറൻസിനും കാര്യത്തിനൊക്കെ അത് ഗുണപ്പെടും. ഓഫ് ആക്കാനും പറ്റൂല, ഓഫ് ആക്കി വെക്കാനും പറ്റും. പലർക്കും ഇവിടെ താഴെ കുറച്ച് ഡോട്ട്സ് കാണും. ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സ് ആണ് ഇത് നമുക്ക് നോർമൽ മിറർ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കാം, ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ ബാക്കിലാണ് മറ്റേ ഫ്രണ്ടിലെ ക്യാമറ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലേക്കുള്ള ക്യാമറ അത് ഇവിടെ തന്നെയാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. പിന്നെ അപ്പം ഞാൻ മനസ്സിലാക്കി പലർക്കും ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മിറർ ക്യാം യൂസ്ഡ് ആയി വരാൻ സമയം എടുക്കുന്നുണ്ട്. ചില ആംഗിൾ പ്രശ്നമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ റേഞ്ച് റോവറിൽ പോകുന്ന സമയത്ത് ഒരു ശ്രീകാന്തിന് ഒട്ടും ശരിയാവുന്നില്ല, അത് ഓഫാക്കി വെക്കിയത്. വേറെ രസം ഉണ്ടായത്, പൊതുവേ ഇതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നെങ്കിലും അന്ന് മഴ പെയ്തിട്ട് നമ്മൾ ചളി പിടിച്ചിട്ട് ക്യാമറ കട്ടായി, ശരിക്കൊന്നും കാണില്ല. പിന്നെ മിററിന് ഉപയോഗിക്കേണ്ടി വന്നു. അതൊരു പക്ഷേ ഇതൊക്കെ ഓരോ നല്ല പ്ലസ് പോയിന്റ്സ് ഇഷ്ടപ്പെട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞു, ക്വാളിറ്റിയുള്ള ക്യാമറ. നെഗറ്റീവ് വോളിയാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന വ്യത്യാസം ഈ സ്ക്രീനാണ്. ഇതിപ്പോ ഇൻഡസ്ട്രി ഫസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ നിയോ QLED സ്ക്രീനാണ്. ഹൈ ഡെഫിനിഷൻ, വൺ ക്വാളിറ്റിയാണ് സ്ക്രീനിന് വന്നിരിക്കുന്നത്. വെരി ലേറ്റസ്റ്റ്, ഗ്ലോബലി ഫസ്റ്റ് ആയിരിക്കുമല്ലോ. അതെ. അതുകൊണ്ടാണെങ്കിൽ ഡോൾബി ആറ്റ്മോസ് മറ്റേ JBLന്റെ ബ്ലാക്ക് സീരീസ് ആണ് ഡോൾബി ആറ്റ്മോസ് ഫംഗ്ഷനാലിറ്റി വന്നിട്ടുണ്ട്. യെസ്. ഇപ്പൊ ശരിക്കും പറയാ നമ്മളപ്പോ വിചാരിക്കും നമുക്ക് സിനിമ കാണാൻ പറ്റുന്നു, സിനിമ ഒന്നും കാണാൻ പറ്റില്ല. ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 622 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ ഇവരെന്ന് പറയുന്നു ഇവർക്ക് ഒരു റിയൽ വേൾഡ് കണ്ടീഷനിൽ ഒരു 550. അത് സിംഗിൾ മോട്ടറിന്. മറ്റേതാണെങ്കിൽ 520, 500 എന്തായാലും കിട്ടുന്നുണ്ട്. 75 രാവിലെ എടുക്കുമ്പോൾ 99% 88 ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ 95 470 അത് കൂട്ടുണ്ടായിരുന്നു. 2 മോട്ടർ വരുന്നുണ്ട്, 2 ബാറ്ററി വരുന്നുണ്ട്. 65 കിലോവാട്ടിന്റെയും 75 കിലോവാട്ടിന്റെയും. അതിപ്പോ ടാറ്റ സ്റ്റാൻഡേർഡ് ആക്കി 2. അതെ. പിന്നെ ഇതിന് 2 മോട്ടേഴ്സും വരുന്നുണ്ട്. മറ്റേ QWD ആയതുകൊണ്ട് ക്വാഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും 2 മോട്ടറേ വരുന്നുള്ളൂ. ഒന്ന് ഫ്രണ്ടിൽ വീൽ ഡ്രൈവ് ആണ്. അതെ, ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമില്ല. ഫ്രണ്ടിനേക്കാളും പവർ കൂടുതലല്ലേ? അതെ. ഫ്രണ്ടിൽ 158 PS പവറും ബാക്കിൽ 238 PS പവറും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിയർ വീൽ ഡോമിനൻസ് ആണ് ഡ്രൈവ് വരുന്നത്. അതെ. സ്റ്റണ്ട്സ് എല്ലാം ചെയ്യാൻ പറ്റും. അതെ. അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നതല്ല, അതിനുള്ള ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അത് ഫുൾ പവറിൽ 10 സെക്കൻഡ്സ് കിട്ടും. അതിൽ നമുക്ക് ആക്സിലറേഷൻ 6.9 സെക്കൻഡ്സും ആണ്. ദാറ്റ് ഈസ് ഓൾ ഗുഡ് തിങ്സ്. നമുക്ക് ഡിഫറെന്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതെ, ഡിഫറെന്റ് ഡ്രൈവ് മോഡ്സ്. ഇപ്പൊ സ്നോ, പിന്നെ അവര് മറ്റേ മഡ് ആൻഡ് റഗ്സ്, ലാൻഡ് റോവറിഷ് ആയിട്ടുള്ള നമുക്കെല്ലാം. അതെ, അത് ആക്ച്വലി വാട്ട് ഐ ഗോട്ട് ടു നോ ഇസ് ലാൻഡ് റോവറിന്റെ ബെവ്, റേഞ്ച് റോവറിന്റെ ബെവ് അല്ല, ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവറിന്റെ ബെവില് വന്നിരിക്കുന്ന ആ ഫീച്ചേഴ്സുകളാണ് ഇതിലുള്ള. ശരി. അതെ. ഞാനിപ്പോ നമ്മള് മറ്റേ വൺ വീലിങ്ങിന് പോയ സമയത്ത് കണ്ടല്ലോ. അപ്പൊ നമ്മളൊരു വീഡിയോ ഈ അടുത്ത ദിവസം ഞാൻ പബ്ലിഷ് ചെയ്തില്ലേ, അതില് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്ത കാരണം ബെമ്പ കൂടെ ഉണ്ടാവും. നമുക്ക് ടാറ്റയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അതിൽ അവർ എല്ലാ ഡ്രൈവ് മോഡ്സും നമുക്ക് കാണിച്ചു തന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് വന്നില്ല സെയിം സാധനം. അവരതേക്കാളും മുമ്പ് ഇവർ ഇറക്കി. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ടാറ്റയ്ക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ വന്നേക്കുന്ന ഈ ഒരു കളറിംഗ് ആണ്, ട്രിം കളേഴ്സ്. ഇപ്പൊ നേരത്തെ ബേജും പിന്നെ ഒരു വണ്ടിക്കകത്ത് മഞ്ഞ കളർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് ഡ്രൈവ് ചെയ്യാൻ പോയ വണ്ടിയിൽ മഞ്ഞ ഇന്റീരിയർ, മറ്റേ മഞ്ഞ വണ്ടിക്ക് മഞ്ഞ ഇന്റീരിയർ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതെ, ഇത് ബേജും ആയി. ബേജ് ടോപ്പൊക്കെ ബേജായി. പിന്നെ സീറ്റ്സിന്റെ ഗ്രേയും വൈറ്റും കോമ്പിനേഷൻ വന്നേക്കുന്നൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ സീറ്റ് ബോസ് സീറ്റ് മാറ്റാൻ പറ്റും. അപ്പൊ അത് മറ്റേ സഫാരിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഹൈറിലും ഇവിലും വന്നിട്ടുണ്ട്. ഇതിൽ ഒരു വ്യത്യാസം പിന്നെയും വന്നേക്കുന്നത് പിന്നെ ഈ ഒരു NFC കാർഡാണ്. ഈ NFC കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോർ തുറക്കാനും വയ്ക്കാനും പിന്നെ വണ്ടിയുടെ അകത്ത് മറ്റേ സ്റ്റാർട്ട് ചെയ്യാനും. പക്ഷെ ഈ സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇവിടെ തന്നെ വെക്കണം, എന്നാലും മാത്രമേ ഓൺ ആവുന്നുള്ളൂ. ബൂട്ട് തുറന്നിട്ട് തുറക്കണമെങ്കിൽ വണ്ടി ഓഫ് ചെയ്യേണ്ടി വന്ന്, അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇത് കാർഡ് കൊടുന്ന് ഇളകിയപ്പോൾ നമ്മൾ ഓൺ ആവുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. വണ്ടി ഓഫ് ചെയ്തിട്ട് വേണം ബൂട്ട് തുറക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കീ വെക്കാൻ വേണ്ടി ഓർഡർ വെച്ചാൽ അതിൽ ചാർജർ ഉണ്ടാവും അല്ലേ? ചാർജർ ഇല്ലെന്നാ തോന്നുന്നത്. ബട്ട് ഐ സ്റ്റീൽ ഇത് ബാറ്ററി പവർഡ് ആണ്. ഈ കാർഡ് ഞാൻ അന്ന് ലോഞ്ചിന് പോയപ്പോൾ അവിടെയുള്ള നമ്മുടെ ഒരു മലയാളി പയ്യൻ പറഞ്ഞു, ഈ ചാർജ് ചാർജിങ് സ്റ്റേഷനിലെല്ലാം ഈ കാർഡ് ഉപയോഗിക്കാം, വ്യത്യസ്ത കളറിലും ലഭിക്കും, പേഴ്സണലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു സംഗതി കൂടെ കാർഡിനുള്ള ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്.
again. Like അത് നമ്മളെ റീലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. Let's go for drive. Yes. എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഫീൽ കിട്ടുന്ന ആ പ്ലാന്റഡ് ആയിട്ടുള്ള ഫീലാണ്. ആ വെയിറ്റ് നടുവിൽ വന്നുകൊണ്ട് ബാറ്ററി താഴെ പോയപ്പോ തന്നെ ഹാരിയറിന് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങള്. അതെ, അത് ഇതിന്റെ സ്ട്രക്ചർ കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്ത പോലെ. കാണാൻ ഐസ് വെഹിക്കിളിനെ പോലെയാണെങ്കിലും ഇതൊരു പ്യുവർ EV ആർക്കിടെക്ചറാണ്. ആക്ട് EV പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് പ്യുവർ EV ആർക്കിടെക്ചറാണ്. അതിന്റെ വ്യത്യാസം പ്ലാറ്റ്ഫോമെ മാറ്റി ആർക്കിടെക്ചർ ബാറ്ററി പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആകുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പിന്നെ നമ്മളിതുവരെ മറ്റേ റെയർ മോട്ടർ മാത്രം ഓടിച്ചു നോക്കിയിട്ടില്ല. മോട്ടർ ഉള്ളത് ഇവിടെ, അതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, ഓഫ് റോഡിന് പോയപ്പോ ഒരു കാര്യം സെൻസേഷൻ ആയി നിൽക്കുന്നതിന്റെ ഓഫ് റോഡിങ് പാർട്ടാണ്. അതെ, ഞാനും ഒറ്റയ്ക്കല്ല പോയത്. എന്റെ കൂടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഫഹദും ഉണ്ടായിരുന്നു. അവനപ്പം ഞാൻ പിടിച്ചിരുത്തിട്ട് എന്റെ കൂടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുറച്ചുകൂടെ അല്ല, അതിൽ ശരിക്കും ഫുള്ള് നിങ്ങൾക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, എനിക്ക് ഓഫ് റോഡ് മാത്രം ഓടിക്കാൻ പറ്റും. അതന്നെ ഓഫ് റോഡിൽ എല്ലാം ഉണ്ടായിരുന്നില്ല, എല്ലാ ആക്ടിവിറ്റീസ് ഓഫ് റോഡിന്റെ കംപ്ലീറ്റ് എല്ലാ എക്സ്പീരിയൻസ് ചെയ്തു. ഓഫ് റോഡ് പ്രോപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ടെറൈൻ റെസ്പോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സംഭവം പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. അവരൊരു സ്ലഷ് പിറ്റ് ഉണ്ടായിരുന്നു അവിടെ. സ്ലഷ് പിറ്റിൽ HT ടയേഴ്സ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് മറ്റേ ട്രാക്ഷൻ കണ്ടുപിടിച്ച് പിടിച്ച് അത് പുറത്തേക്ക് ഇറക്കി. ദാറ്റ് വാസ് ഗ്രേറ്റ്. പിന്നെ സ്റ്റെപ്പ് കേറുന്നത്, അത് ക്രോളില് ടോർക്ക് പിടിക്കുമ്പോ മാത്രമേ ശരിക്കും സ്റ്റെപ്പ് ക്രോളിന്റെ കാര്യം ഞാൻ ഇപ്പൊ നോക്കിയിട്ട് നമ്മള് കല്ലുമ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ ക്രോൾ ആദ്യത്തെ മോഡിൽ നോർമൽ മോഡിൽ ഇടുമ്പോ അതിങ്ങനെ പൊടുക്കും, മുന്നോട്ട് പോകും, പിന്നോട്ട് വരും. അപ്പൊ ക്രോളിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീ പറഞ്ഞല്ലോ രണ്ട് പിടിക്കാം, വീൽ അവിടെ നിർത്തി തിരിച്ച് കയറ്റുമ്പോ തന്നെ ആ ഫുൾ കൺട്രോളിലാണ് ഉണ്ടായത്. അത് സംഭവിച്ചു കേട്ടോ. അതെ, അതെനിക്കും മറ്റേ അന്ന് സ്റ്റെപ്പ് കയറ്റപ്പോ എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ അന്നൊരു ഭയങ്കര ഡേഞ്ചറസ് ഒരു ഓബ്സ്റ്റക്കിൾ ആയിരുന്നു ഈ സ്റ്റെപ്പ് കയറിയിട്ട് തിരിഞ്ഞു വന്ന് ഇറക്കല്. അത് ഇറക്കല് ഞാൻ വീഡിയോ കണ്ടിട്ട് പറയാണ്, കുറച്ചൊരു പ്ലാനിങ് തെറ്റിണ്ട്. ആ റിയർ വീൽ പലർക്കും ചാടിപ്പോണ്ട്, അത്ര എക്സ്പീരിയൻസ് ഇല്ല. അത് അറിയാത്തതിന്റെ വണ്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോ വണ്ടിയുടെ സ്വഭാവം മൊത്തം മാറും. വണ്ടി ഇങ്ങനെ ഒരു പോക്ക് പോകാണ്ട്, ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നത് ലെഫ്റ്റിലേക്ക് പോകും. അപ്പൊ ഫുൾ ബേസിക് ഫിസിക്സ് ആണ് കാരണം ഇതിന്റെ വെയിറ്റും കൂടുതലാണ്. അപ്പൊ അത് ആ റാമ്പ് ഉണ്ടാക്കിയാൽ കുറച്ചൊരു സൈഡ് കൊടുക്കണമായിരുന്നു എന്റെ അഭിപ്രായം. സത്യം പറയാലോ, നേരത്തെ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടി. എന്താ പറയാ, നമ്മള് മീഡിയ ഡ്രൈവിന് പോകുമ്പോ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആരും വ്യക്തിപരമായിട്ട് പറയില്ല, പക്ഷെ ഈ ഒരു മീഡിയ ഡ്രൈവിൽ പോകുന്ന എക്സ്പീരിയൻസ് ഉള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആൾക്കാർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വരുന്ന സമയത്ത്. അപ്പൊ അവരുടെ വണ്ടി ശരിക്കും ടോപ്പിൽ തന്നെ ഞാൻ കണ്ട ഒരു വീഡിയോ പക്ക ഞാൻ വിചാരിച്ച വണ്ടി ഇപ്പൊ മാറി. അപ്പൊ അത് ഞാൻ കണ്ട പാടെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഭയം തോന്നി, ഇങ്ങനെ ഒരു അൺസയന്റിഫിക് ആയിട്ട് ചെയ്താലുള്ള പ്രശ്നം. പക്ഷെ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾക്ക് ആ നാക്ക് കിട്ടും എടുക്കാനുള്ള, കാരണം അത് കയറ്റി എടുക്കണമായിരുന്നു തോന്നുന്നു അല്ലേ? അതെ, ഒന്ന് കയറ്റി ഒന്ന് എടുത്ത്, അതായത് ഒറ്റയടിക്ക് ഇറക്കിയാൽ എന്തെങ്കിലും തെറ്റും, ഒന്ന് വെച്ച് റിട്ടേൺ എടുത്ത് പിന്നെ ഇറക്കിയാ. പിന്നെ അതുകൂടാണ്ട് കയറ്റം ഇറക്കം, ഇൻക്ലൈനും ഡിക്ലൈനും ഉണ്ടായിരുന്നു, ചെറിയൊരു സ്റ്റെപ്പ് കയറുന്ന ഇറക്കുന്നത് നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഫീൽ കുറച്ചും കൂടെ മറ്റേ നാച്ചുറൽ ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് അവർ പ്ലാൻ ചെയ്തായിരുന്നു നന്ദു. കാരണം എനിക്ക് ഡ്രൈവ് മിസ്സാൻ കാരണം ഡേറ്റ് തെറ്റിയതാ. ആദ്യം ഒരു പ്ലാൻ ചെയ്ത് ലോനാവാലയില് മറ്റേ 1980 നോർത്തിൽ നമ്മൾ ഒക്ട ഡ്രൈവ് ചെയ്ത ആ നാച്ചുറൽ ട്രാക്ക് തന്നെയായിരുന്നു. അവിടെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നാച്ചുറലി ഉണ്ട്, റിവർ ക്രോസിംഗ് അടക്കണം. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാല് അന്ന് മഴ ഹെവി ആയിട്ട് പെയ്തപ്പോ ഇവർക്ക് മാറ്റേണ്ടി വന്നു. എത്ര ആയാലും ടയർ പ്ലേസ് എ ബിഗ് റോൾ ഇൻ ഓഫ് റോഡിങ്. അപ്പൊ ഇതിൽ HT ടയർ വെച്ചാൽ അവിടുത്തെ നാച്ചുറൽ ഒബ്സ്റ്റക്കിൾ ചിലപ്പോൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കും. ശരിക്കും അല്ല, അത് നന്നായി ചെയ്തത്. അങ്ങനെ ഇവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ശേഷം ടാറ്റയിൽ അവരെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് 2 തവണ ആക്ച്വലി ടാറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണം. കാരണം എയർ ഇന്ത്യൻ്റെ ആ മറ്റേ ഡ്രീം ലൈനർ ആക്സിഡന്റ് ആയ ദിവസമാണ് ഫസ്റ്റ് ബാച്ച് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇവര് ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ ടാറ്റ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ഒരു ഇവന്റ്, ജാഗ്വറിന്റെ ആ ടൈപ്പ് ഓന്റെ ഷോക്കേസ് ക്യാൻസൽ ചെയ്തിരുന്നു തുക്ക സൂചകമായിട്ട്. ഇവരിത് ചെയ്യേണ്ടതെന്ന് കുറെ ആലോചിച്ചിട്ട് ഫൈനലി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കാരണം അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഫ്ലൈ ചെയ്ത് അവിടെ എത്തി. എന്താണ് ഭൈ എന്ത് അപ്പൊ ഈ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയപ്പം ഇവര് പറഞ്ഞ് ഇനിയിപ്പോ നമുക്ക് നടത്താം. അതുകൊണ്ട് തന്നെ കുറച്ച് ഇവര് ഫ്രാൻസി കാര്യങ്ങളെല്ലാം കുറച്ചുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് ടാറ്റ ആസ് എ ഗ്രൂപ്പ് എനിക്ക് അറിയുന്നതുകൊണ്ട് പറയാം, അവർ അങ്ങനത്തെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവര് നേരിട്ട് ഞാൻ പിന്നെ ടാറ്റന്റെ ഒരു 1-2 ഓഫീസേഴ്സ് കണ്ടപ്പം ഈ ഒരു ടോപ്പിക് ഒന്ന് പറഞ്ഞു, വി വർ പ്ലാനിങ് ടു ക്യാൻസൽ ഇറ്റ് ബട്ട്
അത്രയും ആൾക്കാരെ ടൈമും കാര്യം മാനിച്ച് ഓരോ ആൾക്കാരോട് എത്തി. അതിൻ്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം അവർ നടത്തിയെന്ന് പറഞ്ഞത് വിച്ച് ഇസ് എ ഗുഡ് തിങ് ബൈ ടാറ്റ. അവർ കണക്കിലെടുക്കുന്ന കാര്യമാണ്. ഈവൻ ഞാൻ ടൈപ്പോൻ്റെ കാര്യം മനസ്സിലായത്, ദേ ലോസ്റ്റ് ഫ്യൂ ക്രോസ് ഈ ഒരു ഇവന്റ് ക്യാൻസൽ ചെയ്യണം. ഇവന്റിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് എല്ലാം നടന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടാറ്റ കഴിഞ്ഞിട്ട് അതും ശ്രീകാന്തായിരുന്നു പോകാൻ നിന്നത്. എനിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ സെറ്റ് കം ബാക്ക് ടു ഹൈററിവി. ഇപ്പം ഞാൻ ഓടിക്കുന്ന ഒരു ട്രാഫിക്കുള്ള ഏരിയ, നമ്മൾ ഈ റോഡിനകത്ത് പുഷ് ചെയ്തപ്പം എനിക്ക് ആ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി. ഇപ്പോൾ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി ഈ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. റീവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബൂസ്റ്റ് മോഡ് അതിന്റെ ആക്ടിവേറ്റ് ആവുന്നത് ഒന്നുകൂടെ എനിക്ക് എൻജോയ് ചെയ്യണം. അത് നമുക്ക് കാണിക്കാവുന്ന വെരി ക്വിക്ക്. അപ്പം അത് നോക്കാം. എനിക്ക് വേറൊരു കാര്യം, ഇപ്പം ആസ് എൻ EV ആളുകൾക്ക് ഉണ്ടാകുന്ന കുറച്ച് കൺസേൺസ് ഉണ്ട്. അതിലൊന്ന് റേഞ്ചാണ്. അപ്പൊ റേഞ്ച് കൂടുതൽ വേണ്ട ഒരു ഓഫ് റോഡ് ഒന്നും പോകണ്ടെങ്കിൽ റിയൽ ഡ്രൈവ് ചൂസ് ചെയ്താൽ മതി അല്ലേ? സിംഗിൾ മോട്ടോർ അപ്പൊ കുറച്ചും കൂടെ റേഞ്ച് കിട്ടും. പിന്നെ ബൂസ്റ്റ്, അതായത് നമ്മൾ കുറച്ചും കൂടെ നോക്കി കണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു, നമുക്ക് ഒരു ചെറിയ കാൽക്കുലേഷൻ ഒരു 450 കിലോമീറ്റേഴ്സ് പോസിബിൾ ആണ്. അതിനേക്കാളും കൂടുതലും പോസിബിൾ ആണ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ. അല്ല, അത് അവർ പറഞ്ഞു വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ ഒരു 500 റേഞ്ച് കിട്ടും. അതെ. പിന്നെ ഒരു കൺസേൺ ഉള്ളത് റീചാർജിങ് ആയിരിക്കും. റീചാർജിങ് ഒരു ഫാസ്റ്റ് ചാർജിങ് ഇല്ലേ? 120 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇവർ പറയുന്നത് നമുക്ക് ഈ 250 കിലോമീറ്റേഴ്സിന്റെ റേഞ്ച് 15 മിനിറ്റ്സ് ചാർജിങ് കൊണ്ട് പോസിബിൾ ആണത്. അത് ഫാസ്റ്റ് DC ചാർജിങ് ഈ 120 കിലോവാട്ടിന്റെ ചാർജർ കിട്ടുക. കേരളത്തില് ടെൻഷൻ അടിക്കണ്ട. കേരളത്തിൽ നമ്മളിപ്പോ കുറെ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിച്ച് ശീലമുണ്ട്. ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആണ്. പെർ ക്യാപിറ്റൽ വെഹിക്കിൾ പോപ്പുലേഷനും ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതിയിലെല്ലാം ആയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ട്. പിന്നെ അമ്നി സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ചാർജിങ് പോയിന്റും എപ്പോഴും വർക്ക് ചെയ്യുന്നു നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കേരളത്തിൽ അത് ആ ഒരു റേഷ്യോ കൂടുതൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സത്യം. അത് കാര്യത്തില് നമ്മൾ എന്ത് പറഞ്ഞാലും we have to give it to our people. നമ്മൾ അക്കാര്യത്തിലെല്ലാം വളരെ ഫോർവേഡ് തന്നെയാണ്. ആളുകൾക്ക് ആവശ്യമുണ്ട്. അതാണ്. ടാറ്റ മാത്രല്ല, ഏതെടുത്ത് ടാറ്റ വെരി സ്ട്രോങ്. അതേപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് അതെ. പിന്നെ നമ്മള് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കിയയുടെ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് കൊച്ചിയിലുള്ള ടാറ്റ പവർ ആണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും അധികം പവറിൽ നമുക്ക് കിട്ടിയില്ല. ആൻഡ് ലൈക്ക് നമ്മളിപ്പോ മെർസിഡീസിലാണെങ്കിൽ നമ്മൾ 2 സ്ഥലത്തും നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാർജിങ് ഒന്ന് പ്ലാൻ ചെയ്യണം. അത് മസ്റ്റാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അത് നമുക്ക് ടാറ്റയുടെ തന്നെ നമ്മൾ KVRന്റെ വീഡിയോ ചെയ്തതിൽ സുഹിത്തേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടാറ്റ മേടിക്കുന്ന ഒരാള്, EV മേടിക്കുന്ന ഒരാള് കുറച്ചും കൂടെ അവര് അഹെഡ് ചിന്തിക്കുന്ന ഒരാൾക്കാരാണ്. ഡിഫറെന്റ് തിങ്കിങ് ഉള്ള ഒരാൾക്കാരാണ്. അങ്ങനെ മേടിക്കുന്നുള്ളൂ. കാരണം പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ പുതിയ EV ഫുൾ EV ആയിട്ടുള്ള സർവീസ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്തെങ്കിലും കാണാം. ടാറ്റ ഒരു റോൾ സെറ്റ് ചെയ്തതാണ്. അത് നമ്മൾ KVR ആണ് ഫസ്റ്റ്, ഈവൻ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുൾ EV സർവീസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. പക്ഷെ ഇനിയും വരുന്ന തന്നെ അവർ കണക്കിലെടുക്കുന്നത് ഇനിയുള്ള EV കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് വെക്കുന്ന രീതിയിലാണ്. കാരണം അത് സെക്കൻഡ് തേർഡ് കാർ ഉപയോഗിക്കുന്ന EV കസ്റ്റമേഴ്സിന് അവർക്ക് ശരിക്കും ഒരു പ്രീമിയം ഫീൽ വേണം. ഈവൻ സ്റ്റാഫ് സെലക്ഷനിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൂസ്റ്റ് മോഡ് ഇടാൻ പറ്റിയ സ്ഥലത്തിൻ്റെ ഐ എം ഗോട്ട് ടു പുട്ട് ശരിക്കും ഫുൾ ബാക്ക് കിട്ടുന്നുണ്ട്. സ്ഥലമില്ല, അത്രേ ഉള്ളൂ. അതെ. ഇവിടെ പ്രത്യേകിച്ച് വെരി അൺകൾച്ചേർഡ് ഡ്രൈവിംഗ്, അതാണ് മെയിൻ പ്രശ്നം. എസ്പെഷ്യലി സ്കൂട്ടേഴ്സ്. പവർ ഉണ്ട് വണ്ടി, അടിപൊളി, നല്ല പവർ ഉണ്ട്. ഐ ലവ് ദ ഡ്രൈവിംഗ്. ശരിക്കും നല്ല സ്റ്റേബിൾ ആണ്, ഹാൻഡ്ലിംഗ് ഉണ്ട്. അപ്പൊ അന്നത്തെ ഓഫ് റോഡിന്റെ സാധനം എനിക്ക് മിസ് തന്നെ. വണ്ടി നാട്ടിലെത്തിച്ച് കുറച്ച് ഓഫ് റോഡ് ചെയ്യണം. എന്തായാലും കൊണ്ടുപോകണം. സോ ബേസിക്കലി ടാറ്റ ഒരു ഹൈറേവിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോപ്പർ ഇലക്ട്രിക് വെഹിക്കിൾ കേട്ടോ. അല്ലാതെ ഒരു കോംപ്രമൈസ്ഡ് ആയത് അതുപോലെ തന്നെ ഒരു ഐസിൻ്റെ മാറ്റിയെടുത്ത പോലെയല്ല. ഇത് ബ്രോട്ട് എ പ്രോപ്പർ പ്ലാറ്റ്ഫോം. സ്കിൻ ലുക്ക് സെയിം, അത്രേ ഉള്ളൂ. ആൻഡ് വണ്ടി വന്ന് അപ്പോൾ സ്കിൻ ലുക്ക് സെയിം ബിക്കോസ് യുനോ അവർക്ക് ആ ഫാമിലി ആയിട്ട് കീപ്പ് ചെയ്യണം. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ടെക്നോളജി വൈസ് ദേ ആർ ഇംപ്രൂവ്ഡ്. അപ്പോൾ അത് നമുക്ക് ഇനി വരാൻ പോകുന്ന EVസിലും റിഫ്ലക്റ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എങ്ങനെ ലാൻഡ് റോഡ് ഡെവലപ്പ് ചെയ്തുള്ള ആ ഇലക്ട്രിക് ഓഫ് റോഡ് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം, ഓഫ് റോഡിങ് മോഡ്സ് എങ്ങനെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ്. റീസെൻ്റ്ലി ആണ് നമ്മൾ റേഞ്ച് റോഡിൻ്റെ ബെവ് ഓടിച്ചിട്ടില്ല ടു ബി ഫ്രാങ്ക്. അവർക്ക് നമുക്ക് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് ചെയ്യുന്ന രീതിയിൽ ഡ്രൈവർ പറഞ്ഞൊരു സാധനം അത് ഇതില് ആദ്യമാനാണ് നിൽക്കുക പറഞ്ഞത്.
ഞാൻ പോയി വന്നു ഇവനോട് പറഞ്ഞു എംബാർഗോ ഇടാണ്ട് പുറത്തു വരാൻ പറ്റില്ലായിരുന്നു. ആക്ച്വലി ആ സമയത്താണ് നിങ്ങൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങളിത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇവിടെ റേഞ്ച് റോഡിൽ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം ടാറ്റ JLR-നായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ കൊലാബറേഷൻ ഗുണം ചെയ്തത് ഇപ്പൊ നമുക്ക് ശരിക്കും കാണാം. പിന്നെ എനിക്ക് വേറെ കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ടാറ്റയ്ക്ക് എവിടെയോ ഓൾസോ വർക്കിംഗ് അവർക്ക് കിട്ടിയില്ല. ശരിക്കും ബ്രേക്ക് ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും വണ്ടി ബ്രേക്ക് ചെയ്തു. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത് ടാറ്റയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അവർ ലാഡർ ഫ്രെയിമിനെ ഒഴിവാക്കിയത് കൊണ്ട് അവർക്ക് ആ 4x4 കേപ്പബിലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് നല്ലൊരു തിരിച്ചുവരവാണ്. കാരണം ഓഫ് റോഡ് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഐസ് വെഹിക്കിൾസ് തന്നെ ഉപയോഗിക്കണം എന്നില്ല. പിന്നെ ഓഫ് റോഡ് അധികവും എൻ്റെ അമ്മ ഒരു പശുവിന് വേണ്ടിയിട്ട് ഇത്രയും ബ്ലോക്ക് ആക്കിയേ. അപ്പോൾ എന്തായാലും ഓഫ് റോഡിങ് ചെയ്യേണ്ട ആളുകൾക്ക് അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ് ഇലക്ട്രിക് വെഹിക്കിളിന്. നമ്മളിപ്പോൾ കുറേ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയി ഓഫ് റോഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കിയൻ്റെ മറ്റേ ട്രക്കിൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോ ഉണ്ട്, നമ്മൾ ചെയ്തതല്ല. അപ്പം ഓഫ് റോഡ് ഇലക്ട്രിക് വെഹിക്കിൾസിന് നല്ലൊരു കാര്യമാണ്. കാരണം 4 എവിടെയോ എൻജോയിങ് ദ ലൈഫ് ഓൺ റോഡ്. ഓക്കെ, ഓഫ് റോഡ് ഇലക്ട്രിക് വെഹിക്കിളിന് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിന് ഓഫ് റോഡ് ഇസ് റിയലി ഗുഡ്. കാരണം ടോർക്ക് ഇഷ്ടം പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഓഫ് റോഡബിലിറ്റി ആയിരിക്കും ഇലക്ട്രിക്കിന്റെ വൺ ഓഫ് ദ മെയിൻ സംഭവങ്ങൾ. കാരണം ഇൻസ്റ്റന്റ് ടോർക്ക് ആൻഡ് കൺട്രോളബിൾ ടോർക്ക്, കൺട്രോളബിൾ പവർ. അത് ശരിക്കും ഞാൻ കൂടുതൽ അറിഞ്ഞത് അത് അത്രയും നമ്മൾ ഓഫ് റോഡിൽ എടുത്തോണ്ട് G580 ലിറ്ററലി അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. അതെ, എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സോ പ്രൈസിംഗ് ഇസ് ഓൾസോ ഗുഡ്. നോ, അതെ, 21.4 lakhs ആണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഗ്രേറ്റ് പ്രൈസ്, ഗുഡ് പ്രൈസ്, ഷോറൂം പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് എക്സ്-ഷോറൂം എന്ന് പറയുമ്പോൾ ഷോറൂമിലേക്ക് വണ്ടികൾ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിൽ മുസ്ലിം പോയിട്ട് അപ്പോൾ വണ്ടി എത്തിയിരുന്നില്ല, കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ എത്തി തുടങ്ങിയാൽ നിങ്ങൾ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്വാഡ് വീൽ ഡ്രൈവ് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യുക. അതല്ല റേഞ്ച് കൂടുതൽ വേണമെങ്കിൽ 2 വീൽ ഡ്രൈവ് എടുത്താലും മതി. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ ചോയ്സ്. ഈ ഒരു ക്വാഡ് വീൽ ഡ്രൈവിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കി, വെറും നമുക്ക് ഓഫ് റോഡ് മാത്രമല്ല, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ഹാൻഡ്ലിങ് മറ്റേ നമ്മൾ ഓടിക്കാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്നാണോ നമുക്ക് സിംഗിൾ മോട്ടോർ കിട്ടിയാൽ അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ ഹാൻഡ്ലിംഗ് വൈസ് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ഈ 4 വീലിലേക്ക് പവർ പോണതും ആൻഡ് റിയർ വീൽ സെൻട്രിക് ആണ് കൂടുതലും പവർ പോകുന്നത്. അത്യാവശ്യം 238 ബാക്കിലേക്കും 158 ഫ്രണ്ടും ആണ്. ഒരു സംഗതി നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, അത് ഇപ്പം കാണിച്ചു തരാം. ഇതിലൊരു ഫ്രങ്കും ഉണ്ട്. ഫ്രണ്ടിലും നമുക്ക് അതെല്ലാം ഉണ്ട്. എനിവേ, ലെറ്റ് മീ നോ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ പുതിയൊരു പല വീഡിയോസും പലപ്പോഴായിട്ടും പല രീതിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ വേർഷനിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടിട്ട് ആ ഒരു റിവ്യൂവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ തോന്നുന്നുണ്ടോ പുതിയ റിവ്യൂ വെഹിക്കിളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കാതിരിക്കാം. ഇനി മറ്റൊരു വെഹിക്കിളിൽ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.